अयो बहनों, अयो बहनों, बिजली आई, बिजली मिली तो बिजली। अरे मोदी जी ठीक से बोलो, नहीं तो नस फट जाएगा यार। ലാലു പ്രസാദ് യാദവ് മോദി അണ്ണനെ അതായത് വിശ്വഗുരുവിനെ ഊക്കിയതാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രകാശ് രാജ് ഊക്കുന്നതിലേക്ക് കിടക്കാം. பாராட்டா இருந்தால் திட்டுற திட்டும் பாராட்டா இருந்தால் எல்லா திட்டும் மன்னனுக்கே. மனசுல பட்டதை சொல்றதுல சார் அடிச்சுக்க முடியாது. പ്രകാശ് രാജ് പറഞ്ഞത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം തന്നെ പ്രകാശ് രാജിനെ ഇതുപോലൊരു വേദിയിൽ ഇതുപോലെ നെഞ്ചുറപ്പോടുകൂടി പറയാൻ പറ്റിയതിന് ഒരു ബെക്സലോട്ടുണ്ട്. അതായത് പ്രകാശ് രാജ് പറഞ്ഞത് എന്താ വെച്ചാൽ തിട്ടും പാരാട്ടായിരുന്നാൽ അത് മൊത്തം അണ്ണനക്ക്. മനസ്സിലായില്ലല്ലോ? തെറിവിളിയും തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും ഒരു പ്രോത്സാഹനമാണെങ്കിൽ അത് മുഴുവനും വിശ്വഗുരുവിനുള്ളതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഇത്രത്തോളം തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും കേട്ട പ്രധാനമന്ത്രി ഈ ലോകത്തിൽ വേറെ ഇല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സംഖ്യകൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? എന്ത് മനസ്സിലാക്കുന്നു? അതായത് സംഖ്യകളെ നിങ്ങൾ എത്ര വിശ്വഗുരുവിനെ പൊക്കിയാലും വിശ്വഗുരു ശ്രീരാമൻ്റെ സൃഷ്ടിയാണ് പറഞ്ഞാലും കിങ്ങാണെന്ന് പറഞ്ഞാലും വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം മോദി എന്ന് പറയുന്നത് വിശ്വഗുരു എന്ന് പറയുന്നത് ഓട്ടക്കാലനെയാണെന്ന്. കള്ളവോട്ടിക്കൂടി ജയിച്ച് അധികാരത്തിലിരിക്കാൻ യാതൊരുവിധ യോഗ്യതയില്ലാത്ത, ജനങ്ങളെ ഭരിക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത, വെറും അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രം ഭരണം നടത്തുന്ന, അധികാരത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന, ഇന്ത്യയിലെ ജനങ്ങൾക്കും ഗുണമില്ല, ഇന്ത്യ രാജ്യത്തിനും ഗുണമില്ലാതെ ഇന്ത്യ മുഴുവൻ വിറ്റു തിന്നുകൊണ്ടിരിക്കുന്ന വെറും ഒരു ഓട്ടക്കാലനെയാണ് നിങ്ങളുടെ വിശ്വഗുരു എന്ന്. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായോ?